എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓമയ്ക്ക വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഒരു ഓമയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓമയ്ക്ക മെഴുക്കുവരട്ടി കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു മീഡിയം ടൈപ്പ് ഓമയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ളൊരു ഓമയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് കഴുകിക്കൊണ്ട് വരാം. ഞാൻ ഓമയ്ക്ക ഇവിടെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ അരിയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി വീതിയിലല്ല, എന്നാൽ ഒത്തിരി വീതി കുറച്ചുമല്ല, നീളത്തിൽ വേണം ഇതിനെ അരിഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ ഓമയ്ക്ക് നമുക്കിതുപോലെ അരിഞ്ഞുകൊണ്ട് വരാം. അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകല്ല കേട്ടോ. ഓമയ്ക്കെല്ലാം ഇവിടെ ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലോട്ട് മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സാണ്. ചില്ലി ഫ്ലെക്സ് എങ്ങനെ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനുവേണ്ടി കുറച്ച് വറ്റൽമുളക് ഇതുപോലെ ഞാനൊരു പപ്പടക്കുത്തിയിൽ ഇങ്ങനെ കോർത്തും കൊണ്ട് വന്നിട്ടുണ്ട്. ഗ്യാപ്പിട്ട് വേണം കോർത്തെടുക്കാനായിട്ട്. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ഒത്തിരി കരിഞ്ഞു പോയത് നല്ല ഡാർക്ക് കളറായി പോകും കേട്ടോ. മുളകൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി വരണം, അത്രയും മാത്രം മതി. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂട് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടിക്കുന്ന മിക്സഡ് ജാറിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരണം. ഒത്തിരി പൊടിഞ്ഞു പോകരുത്, ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഈ രീതി വേണം ഇത് പൊടിഞ്ഞ് കിട്ടാനായിട്ട്. അങ്ങനെ ചില്ലി ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയിലോട്ട് 3 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഓമയ്ക്കയുടെ എല്ലാ ഭാഗത്തും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പിടിക്കത്തക്ക രീതിയിൽ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഓമയ്ക്കയിലും നല്ല രീതിയിലോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിനെ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് തീ കുറച്ച് വെച്ചതിനെ വേവിച്ചെടുക്കാം. ഓമയ്ക്ക് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. എന്നാലും നല്ല രീതിയിൽ ഇത് വെന്ത് വരണം. ഇത് വേകുന്ന സമയം കൊണ്ട് അടുത്ത അടുപ്പിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ചെറിയ 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി കേട്ടോ. ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എന്നിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് സവാള വഴണ്ട് വരേണ്ടതിന് വേണ്ടി ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ പകുതി വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പകുതി വരേണ്ട ഇവിടെ ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മുരിഞ്ഞ് വരണം. അതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി എടുക്കാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇവിടെ ഓമയ്ക്ക നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാമേ. ഓമയ്ക്ക നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വന്ന ഈ ഓമയ്ക്കയിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, സവാള അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ മീഡിയത്തിലിട്ട് കൊടുത്ത് നമുക്കിനി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓമയ്ക്ക നല്ലതായിട്ട് വെന്ത് വന്നതാണ്. നമുക്കിത് എത്രയും മുരിഞ്ഞ് വരണം, അതനുസരിച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓമയ്ക്ക് കുറച്ച് സമയം ഇളക്കി കൊടുത്ത് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പരുവം മതി കേട്ടോ. തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ പപ്പായ കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.